നവഗ്രഹങ്ങളിലെ രാഹുവിന്റെയും കേതുവിന്റെയും കഥ അറിയാമോ? മഹർഷി ദുർവാസവ് ഒരു ദിവ്യമാല ഇന്ദ്രൻ സമ്മാനിച്ചു. എന്നാൽ ഇന്ദ്രൻ അത് ഉചിതമായ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്തില്ല. ഇതിനാൽ ദുർവാസ മഹർഷിയുടെ ശാപഫലമായി ദേവന്മാർ ബലഹീനരായി. തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയാർത്ഥികളായി സമീപിച്ചു. മഹാവിഷ്ണു അമൃതം സമുദ്രത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചു. പാലാഴി കടയുന്നതിനായി മന്ദരപർവ്വതവും മാധാനത്തിന് കയറായി വാസുകി സർപ്പത്തെയും ഉപയോഗിച്ചു. എന്നാൽ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നത് അമൂല്യങ്ങളായ പല വസ്തുക്കൾ ആയിരുന്നു. അത് ദേവന്മാർക്കും അസുരന്മാർക്കും ത്രിമൂർത്തികൾ വീതിച്ചു കൊടുക്കുകയും ചെയ്തു. പാലാഴി മദനത്തിന്റെ അവസാനം അമൃതകുംഭവുമായി ധന്വന്തരി മൂർത്തിയും പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ അമൃതകുംഭത്തിനായി പിടിവലിയായി. അസുരന്മാർ അമൃതകുംഭം കരസ്ഥമാക്കി. ദേവന്മാർ അസുരന്മാരുമായി യുദ്ധം നടന്നെങ്കിലും ശാപത്താൽ അശക്തരായ ദേവന്മാർക്ക് അമൃത് നേടുവാൻ സാധിച്ചില്ല. പ്രശ്നം മഹാവിഷ്ണുവിനു മുൻപിൽ എത്തി. സർവ്വതിനും പരിഹാരം ഉണ്ടാക്കുന്ന നാഥൻ ദേവകളെ സമാധാനിപ്പിച്ചു. അമൃത് തട്ടി എടുത്ത അസുരന്മാർ അവരുടെ ലോകത്ത് എത്തി. അവർ സന്തോഷത്താൽ മതിമറന്നു. സംഹീകയാൻ എന്ന അസുരനായിരുന്നു അവരുടെ സേനാധിപതി. ആഘോഷത്രിമിപ്പിൽ അമൃത് സേവിക്കാൻ തുടങ്ങുമ്പോഴാണ് അസുരന്മാർ ആ കാഴ്ച കണ്ടത്. അതിസുന്ദരിയായ ഒരു സ്ത്രീ അവിടേക്ക് നടന്നുവരുന്നു. ഒറ്റനോട്ടത്തിൽ ആരുടെയും സ്ഥലകാല ബോധം പോലും ഇല്ലാതെയാകുവാൻ കഴിയുന്ന സൗന്ദര്യവുമായി അവൾ നടന്നെടുത്തു. മോഹിനി, അതായിരുന്നു അവളുടെ നാമം. ഈ ലോകത്ത് സൗന്ദര്യമുള്ള എല്ലാ വസ്തുക്കളുടെയും തേജസ് അവൾ വഹിച്ചിരുന്നു. അസുരന്മാർ അമ്പരന്നു പോയി. ഓരോരുത്തർക്കും അവളെ സ്വന്തമാക്കണം എന്നുള്ളതായി ആഗ്രഹം. അവൾ പറയുന്നത് എന്തും അനുസരിക്കുവാൻ ഓരോ അസുരന്മാരും തയ്യാറായി നിന്നു. തന്ത്രപരമായി അമൃതകുംഭം കൈക്കലാക്കി മോഹിനി. അവൾ തന്നെ എല്ലാവർക്കും വിളമ്പി തരാം എന്ന നിർദ്ദേശവും മുൻപോട്ട് വച്ചു. ഇതിൽ പരം ഒരു ആനന്ദം അസുരന്മാർക്ക് ഉണ്ടാകുവാൻ ഇല്ലായിരുന്നു. ഏറ്റവും ക്ഷമയുള്ള ആൾക്ക് മാത്രമേ താൻ സ്വന്തമാകൂ എന്ന നിബന്ധനയും മുന്നോട്ട് വച്ച മോഹിനി അസുരന്മാരിൽ ഏറ്റവും ക്ഷമയുള്ള ആളെ കണ്ടുപിടിക്കുവാൻ എല്ലാവരോടും കണ്ണുകൾ അടച്ച് ഇരിക്കുവാൻ നിർദ്ദേശിച്ചു. ഈ മത്സരത്തിൽ ഏറ്റവും അവസാനം കണ്ണുകൾ തുറക്കുന്ന ആൾക്ക് താൻ സ്വന്തമാവും എന്ന വാക്ക് ദാനവും നൽകി. അസുരന്മാർ കണ്ണുകൾ അടച്ചിരുന്നു. അവൾക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും അവർ കണ്ണടച്ച് ഇരിക്കുവാൻ അവർ തയ്യാറായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അമൃതകുംഭവുമായി മോഹിനി അപ്രത്യക്ഷമായി. എന്നാൽ ബുദ്ധിമാനായ സംഹീകയാൻ എന്തോ അപാകത തോന്നി. ഇടയ്ക്ക് കണ്ണുകൾ തുറന്നു നോക്കി. ചതി മനസ്സിലാക്കിയ അസുരൻ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് അസുരന്മാരോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ മോഹിനിയിൽ ഭ്രമിച്ചിരുന്ന അവർ അതൊന്നും കേട്ടില്ല. മോഹിനിക്ക് പിന്നാലെ പിന്തുടർന്ന സംഹീകയൻ ദേവലോകത്താണ് എത്തിപ്പെട്ടത്. ഈ സമയം മോഹിനി ദേവമാർക്ക് അമൃത് വിളമ്പി. ആ കൂട്ടത്തിൽ രൂപം മാറി സംഹീകയനും ഇരുന്നു. എല്ലാവരും അമൃത് ഭുജിച്ചു. കൂട്ടത്തിൽ രൂപം മാറിയ അസുരൻ. എന്നാൽ ഇത് കണ്ട സൂര്യചന്ദ്രന്മാർ ഉടനെ തന്നെ ഈ വിവരം മഹാവിഷ്ണുവിനെ അറിയിച്ചു. ക്ഷണനേരത്തിൽ അസുരനെ തിരിച്ചറിഞ്ഞ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് അയാളുടെ തലയെറുത്തു. പക്ഷേ അമൃത് ശരീരത്തിൽ എത്തിയ അസുരൻ ജീവൻ വെടിഞ്ഞില്ല. പകരം ഛേദിക്കപ്പെട്ട ശിരസും ശരീരവുമായി നാശമില്ലാത്തവനായി തീരുന്നു. ഒടുവിൽ ബ്രഹ്മദേവൻ അവർക്ക് ഗ്രഹസ്ഥാനം നൽകി. ശിരസ് രാഹു എന്നും തലേറ്റ ഉടൽ കേതു എന്നും എന്നറിയപ്പെട്ടു.